CMRL എക്സാലോജിക് ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് പിന്നാലെ ഇഡിയും ചോദ്യം ചെയ്യുന്നതിൽ തീരുമാനം ഉടൻ ഉണ്ടായേക്കും. SFIO കുറ്റപത്രം വിശകലനം ചെയ്ത ശേഷം തുടർ നടപടി സ്വീകരിക്കും. കേസിൽ നേരത്തെ CMRL ഉദ്യോഗസ്ഥരെ അടക്കം ഇഡി ചോദ്യം ചെയ്തിരുന്നു. കൊച്ചിയിൽ നിന്ന് ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, എന്താണ് ഇഡിയുടെ നീക്കങ്ങൾ? SFIOയുടെ റിപ്പോർട്ട് ഇപ്പോൾ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ മുന്നിലാണുള്ളത്. ആ റിപ്പോർട്ട് കോടതി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിന്റെ പകർപ്പെടുത്ത് തുടർ നടപടികളിലേക്ക് പോകുക. അതാണ് ഇഡി ഉദ്ദേശിക്കുന്നത്. CMRL എക്സാലോജിക് ഇടപാടിൽ ഇത് ആദ്യമല്ല ഇഡിയുടെ നടപടി ഉണ്ടാകുന്നത്. 2024 തന്നെ അവർ ECIR രജിസ്റ്റർ ചെയ്ത നടപടികളുമായി മുന്നോട്ട് പോയതാണ്. CMRL ഉടമ ശശിധരൻ കർത്തയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വേഗത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ട് ആലുവയിലെ വീട്ടിലടക്കം എത്തി മണിക്കൂറുകൾ അവർ ചോദ്യം ചെയ്തിരുന്നു. CMRLന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്തിരുന്നതാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഈ കേസ് അന്വേഷണം അങ്ങ് മരവിച്ചു പോവുകയായിരുന്നു. കാരണം CMRL ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു. അപ്പോൾ ഇഡിയും അന്വേഷണം അവിടെ നിർത്തുകയാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ SFIOയുടെ റിപ്പോർട്ട് വന്നപ്പോൾ ഇഡിക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത തുറന്നു കിട്ടുകയാണ്. അതുകൊണ്ടാണ് ആ റിപ്പോർട്ട് പഠിച്ച ശേഷം അത് പരിശോധിച്ച് തുടർ നടപടികളിലേക്ക് പോകാൻ ഇപ്പോൾ ഇഡി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഒരാഴ്ചക്കകം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരും. കാരണം അതിനുള്ളിൽ തന്നെ കോടതി ഈ റിപ്പോർട്ട് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. അത് കഴിഞ്ഞായിരിക്കും ഇഡി വീണ വിജയനെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുക.